കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് ടിപ്സും അതുപോലെ ഒരുപാട് എക്സസൈസും ഞാൻ നമ്മുടെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കുന്ന ഒരു ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടാണ്. ഫെർട്ടിലിറ്റി എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആകാനായിട്ട് നമ്മളുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ തല മുതൽ പാദം വരെയുള്ള ഓരോ ഭാഗത്തെയും പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കുകയാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുന്നത് വഴി നമ്മൾ പ്രത്യേകമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. ഫെർട്ടിലിറ്റി പ്ലേലിസ്റ്റ് എടുത്തതിന് ശേഷം അതിൽ ഇഷ്ടം പോലെ ഫെർട്ടിലിറ്റി എക്സസൈസുകളും യോഗ പോസുകളിനെയും പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബട്ടർഫ്ലൈ എക്സസൈസ്, ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, കോബ്ര പോസ്, ഫെമറൽ മസാജ്, റിഫ്ലെക്സോളജി, അതുപോലെ മലാസന, ഇങ്ങനെ ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക, അതെല്ലാം ട്രൈ ചെയ്യുക കേട്ടോ. ഒരുപാട് അങ്ങനെയുള്ള എക്സസൈസ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് സ്ത്രീകൾ പ്രഗ്നന്റ് ആകുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും സക്സസ് സ്റ്റോറീസ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഡെയിലി വൈസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതും കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കിട്ടും, ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ചൈൽഡ് പോസിനെ പറ്റിയിട്ടാണ്. ചൈൽഡ് പോസ് അഥവാ ബാലാസന. ചൈൽഡ് പോസ് അഥവാ ബാലാസന എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചൈൽഡ് ബാലാസന അങ്ങനെ പറയുമ്പോഴേക്കും നമുക്ക് കണക്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു എക്സസൈസ് എന്നുള്ളതിനെ പറ്റിയിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ജസ്റ്റർ ഉണ്ട്. അതായത് അവരെങ്ങനെ യൂട്രസിൽ അവരെങ്ങനെയാണോ കിടക്കുന്നത് ആ ഒരു പോസ് അവർ പുറത്തേക്ക് വന്നതിന് ശേഷം കുറച്ച് നാൾ വരെ അവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ട്രൈ ചെയ്യും. എൻ്റെ മോളിപ്പോൾ 4-4.5 വയസ്സായി. അവളും ഈ ഒരു പോസിൽ തന്നെ ഇടയ്ക്ക് കിടക്കാറുണ്ട് കേട്ടോ. അതായത് ഈ ഒരു പോസ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബെഡിൽ കിടക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നിലത്താണ് നമ്മൾ ആ ഒരു യോഗ മാറ്റിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ 2 പാദവും നമ്മൾ നിലത്ത് മുട്ടിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ബോഡി നന്നായിട്ട് അങ്ങോട്ട് ബെൻഡ് ചെയ്തിട്ട് തല അങ്ങോട്ട് നിലത്ത് മുട്ടുന്ന രീതിക്ക് കൈകൾ ഉയർത്തി നമ്മൾ കിടക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലായി കാണുമെന്നില്ല. ഞാൻ ഇമേജ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ ചൈൽഡ് പോസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. ശരിക്കും ഒരു യോഗ മാസ്റ്റർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. ആ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കാം. അതിന്റെ ഇമേജ് റെഫറൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കൊടുത്തേക്കാം. ഒട്ടും ഡിഫിക്കൽട്ട് അല്ല. നിങ്ങൾക്ക് ആ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഈ ബാലാസനം നമ്മൾ ചെയ്യുന്നത് വഴി നമ്മളൊരു കുഞ്ഞ് നമ്മുടെ യൂട്രസിൽ കിടക്കുന്ന ടൈപ്പാണ് നമ്മുടെ ഒരു പോസ് വരുന്നത് കേട്ടോ. ഈ ഒരു എക്സസൈസ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ഹിപ്പ്, നമ്മുടെ അബ്ഡോമൻ, നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുവഴി നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. കൂടാതെ നമ്മളുടെ ആ ഒരു ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ആൻസൈറ്റി ഇതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. നമ്മൾ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്ന സ്ട്രെസ്സും അല്ലെങ്കിൽ ആൻസൈറ്റിയും നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സിലിരിക്കുന്ന ഒരു സമയത്ത് ഈ മാസത്തെയും റിസൾട്ട് നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ട് പ്രഗ്നൻസി നോക്കുന്നു കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നം എനിക്കാണ്, PCOD എനിക്കുണ്ടല്ലോ അതുകൊണ്ടല്ലേ പ്രഗ്നന്റ് ആകാതെ, അല്ലെങ്കിൽ എന്ത് നാട്ടുകാർ വിചാരിക്കും, എന്ത് മറ്റുള്ളവർ വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോഴേക്കും ഒരു ദിവസമാണ് നമ്മൾ ഈ ഒരു സ്ട്രെസ് അനുഭവിച്ചിട്ട് നമ്മൾ വിടുന്നതെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് ജോലി ഉണ്ടാകുന്ന പ്രഷർ എന്ന് ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം മാത്രം നിൽക്കുന്നതായിരിക്കും. അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം നാളുകൾ നിങ്ങൾ ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് മൂലം നിങ്ങൾ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത അവിടെ കുറയുന്നു. ഇതൊക്കെ ഒന്ന് റിലാക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചൈൽഡ് പോസ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റുകൾ ഓരോ യോഗ പോസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വരെ സ്കൂളിൽ നിന്ന് ഇതിങ്ങനെ പഠിപ്പിച്ച് തുടങ്ങുന്നത്. നമ്മുടെ ആ ഒരു സ്ട്രെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മുടെ ബിസി ലൈഫൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള യോഗ പോസ്
ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കുന്നതിന് ഇത് സഹായിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചാൽ മൈൻഡ് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാലും ഉറപ്പായിട്ടും നമ്മളുടെ ആ ഒരു ജീവിതത്തിൽ ആ ഒരു ഓരോ മാറ്റങ്ങളും നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിക്ക് ഇൻക്രീസ് ആക്കുന്നതിന് ഇത് കാരണമാകുന്നു. നമ്മളുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനും അതുപോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ഡിസ്കണക്ട് ആകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു സ്ട്രെസ് ഒക്കെ ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ, സ്ട്രെസ് ഒക്കെ ഒന്ന് റിഡ്യൂസ് ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുമൂലം നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം, അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും നിങ്ങളുടെ ബ്രെയിനും തമ്മിലുള്ള പ്രവർത്തനം നല്ല രീതിക്ക് മുൻപോട്ട് പോകുന്നതിനും അതുപോലെ ഹോർമോൺസ്, ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ടും എഗ് റിലീസ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ലെവൽസും കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും അങ്ങനെ ഹോർമോൺസിന്റെ ഒക്കെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് ഇത് സഹായിക്കുന്നു. യോഗ പോസും അതുപോലെ മെഡിറ്റേഷനും അതുപോലെ നല്ല നല്ല എക്സസൈസുകളും ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിന്റെ ഭാരവും അതുപോലെ നമ്മുടെ മൈൻഡും ഒക്കെ ഒന്ന് റിലാക്സ് ആക്കി വെക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, PCOD, തൈറോയ്ഡ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പൊ ഈ ഒരു ബാലാസന ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒട്ടും തന്നെ എഫേർട്ട് അധികമായിട്ട് കൊടുക്കാണ്ടാത്ത ഒരു എക്സസൈസ് ആണ് ഈ ബാലാസന എന്ന് പറയുന്നത്. ഇമേജ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഏതെങ്കിലും യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാലാസന ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ശരിക്കും അങ്ങോട്ട് ബെൻഡായിട്ട് നമ്മുടെ തല പോയി അവിടെ നിലത്ത് മുട്ടിക്കുകയാണല്ലോ നമ്മൾ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. കഴിവതും നിങ്ങൾ വെറും വയറ്റിൽ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ രാവിലെയുള്ള സമയത്ത് നമുക്ക് വെറും വയറ്റിൽ എന്തൊന്നും ചെയ്തിരിക്കാനായിട്ടുള്ള സമയം നമുക്ക് ഇല്ല എങ്കിൽ നിങ്ങളത് കഴിക്കുന്നതിന് ഒരു 4 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ മുമ്പാണ് നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 4-5 മണിക്കൂറുകൾക്ക് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നിങ്ങളെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മൾ അതല്ലാത്ത സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മുടെ വയറങ്ങോട്ട് കുമ്പിട്ട് ഇങ്ങനെ മുട്ടുകയാണല്ലോ. അപ്പോൾ അങ്ങനെ മുട്ടുമ്പോഴേക്കും നമുക്ക് വയറ് കൊളുത്തി പിടിക്കുന്നതിന് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നു. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര നേരം ആ ഒരു പോസിൽ നിൽക്കാനായിട്ട് സാധിക്കുമോ അത്രയും നേരം നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ്. നടുവേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർക്ക് ഇതൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു കേട്ടോ ഈ ഒരു എക്സസൈസ്. അപ്പോൾ നിങ്ങൾ കഴിവതും ഈ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ കേട്ട് വിടാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു എഫേർട്ടും കൊടുക്കേണ്ടാത്ത രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എക്സസൈസുകളാണ് ഇതൊക്കെ. അതൊക്കെ നിങ്ങൾ കഴിവതും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഓരോ വഴികളും നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്ന രീതിക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക. മെഡിസിനെ മാത്രം നിങ്ങൾ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യാതെ ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും കൂടുതലായിട്ട് പൈസ ചിലവോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എഫേർട്ട് നമ്മൾ ഇടേണ്ട എക്സസൈസുകളല്ല ഇതൊന്നും. ഞാൻ ചാനലിൽ ഷെയർ ചെയ്യുന്നതോ അങ്ങനെയുള്ള എക്സസൈസുകളല്ല. അതൊക്കെ നിങ്ങൾ കഴിവതും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.